പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 22-ാം ദിവസം. സങ്കീർത്തനങ്ങൾ 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ഉത്തമമായ മാർഗമാണ് സങ്കീർത്തകൻ നമ്മോട് ഉപദേശിക്കുന്നത്. കർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കുവാനുള്ള യോഗ്യത നിഷ്കളങ്കരായ മനുഷ്യർക്കാണെന്ന് സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നു. ഹൃദയം തുറന്ന് സത്യം പറയുകയും നന്മ മാത്രം ചിന്തിക്കുകയും അയൽപക്കക്കാരൻ്റെ അഭിവൃദ്ധിയിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവനാണ് ദൈവഭവനത്തിൽ വസിക്കാൻ അർഹതയുള്ളവൻ. എന്തെന്നാൽ ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കുവാൻ സ്നേഹത്തിൻ്റെ യോഗ്യത നമുക്ക് ആവശ്യമുണ്ട്. കർത്താവ് നൽകുന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുത്തെ ഭവനത്തിൽ നമ്മൾ വസിക്കണം. ദൈവഭവനം സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടാരമാണ്. ആ കൂടാരത്തിൽ വസിക്കുവാൻ നാം ഹൃദയത്തിൽ നന്മയുള്ളവരായി മാറണം. ദൈവ മഹത്വം കാക്ഷിക്കുന്നവൻ ദൈവഭവനത്തിൽ എപ്പോഴും വസിക്കും. എന്തെന്നാൽ അവൻ്റെ ഹൃദയം മുഴുവൻ നന്മ ഉള്ള ഹൃദയമായി മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് നമുക്ക് നൽകുന്ന അനുഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ സാന്ത്വനമായി അനുഭവപ്പെടാൻ നിഷ്കളങ്കമായൊരു ഹൃദയം നമുക്കൊരുക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഹൃദയവിശുദ്ധി നൽകണമേ. നിഷ്കളങ്ക ഹൃദയത്തിൽ അങ്ങയെ ആരാധിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഹൃദയത്തിലുള്ള ആനന്ദമാണ് ഞാൻ കാക്ഷിക്കുന്നത്. അങ്ങയുടെ ഭവനത്തിൽ ദീർഘകാലം വസിക്കാനും അനുഗ്രഹ സാന്ത്വനം അനുഭവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.